ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ ആട്ടി ഓടിച്ചു. അമ്പാ സീൻ ഓഫ് റോഡാണല്ലോ. കണ്ടിട്ട് വണ്ടി ഓഫായി പോയാൽ ഓഫ് റോഡ് കുളമാവും. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ടയറിന് ഗ്രിപ്പ് കുറവെന്നല്ല ഒട്ടും ഇല്ല. അതിങ്ങനെ മുകളിലൂടെ അടിച്ച് കയറും. എന്ത് തണുപ്പാടോ, കിടിലം തണുപ്പ്. അങ്ങേര് രാത്രി എണീറ്റ് വന്നിട്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് മറയൂരിൽ നിന്നും കാന്തല്ലൂരിലോട്ടാണ്. കാന്തല്ലൂർ വരെ പോകുന്ന കാര്യങ്ങളും അതുപോലെ കാന്തല്ലൂർ ശരിക്കും നമുക്കിന്ന് പോയിട്ട് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഏകദേശം ലൈറ്റ് കട്ടായിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടാവും, പിന്നെ ഒന്നും കാണാനൊന്നും പറ്റില്ലല്ലോ. ഒരു സെയിം വട്ടവട പോലുള്ള ഒരു ഗ്രാമമാണ്. അപ്പം എന്തായാലും നമുക്ക് കാന്തല്ലൂരത്തെ കാര്യങ്ങളെല്ലാം കാണാട്ടോ. അപ്പം നമ്മളൊരു ബസ്സിന് പുറകെ പെട്ടു കിട്ടോ. ബസ്സിനെ കയറി കിട്ടാൻ ഭയങ്കര പാടാണ്. നമുക്കിനി ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഇതുപോലുള്ള റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കാന്തല്ലൂരിലെത്താൻ പറ്റും. ദേ നോക്കിക്കോ, ഒരു പാറപ്പുറത്ത് കൂടെ പോകുന്ന പോലെ. ഈ ഒരു സൈഡ് ഫുള്ളി ഒരു പാറ. ഈ ഒരു പോർഷൻ അങ്ങോട്ടേക്ക് നല്ല വ്യൂ സംഭവമുണ്ട് താഴോട്ട്. ബസ്സിൻ്റെ പുകയാണെങ്കിൽ ഇതൊരു പാറ പോലുള്ള ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ കൂടെ വഴി ഉണ്ടാക്കിയ പോലെ ഉണ്ട്. നോക്കിക്കേ, നിങ്ങൾക്ക് എത്രത്തോളം വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. കാരണം നൈറ്റ് ആയി തുടങ്ങിയാൽ എല്ലാ ക്യാമറയും ഏകദേശം കണക്കാണ്. കാരണം ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു മങ്ങിയ പോലെ കാണാൻ പറ്റും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അപ്പുറത്തെല്ലാം ആളുകൾ ഇരിക്കുന്നുണ്ട്. 9 എയർപിൻ ബെൻഡ് ഉണ്ട്. അതിലെ 3-മത്തെയാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇത് 4-മത്തെ. ഇത് ഞാൻ വരാതെ പോയിരുന്നെങ്കിൽ എനിക്ക് മിസ്സായേനെ. പിന്നീട് എന്തെങ്കിലും ഞാൻ ഇനി ഇങ്ങോട്ട് വരുമ്പം റിഗ്രറ്റ് അടിക്കും. ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടുത്തുകാർക്കൊക്കെ എന്ത് ലാഭമല്ലേ. ഇവിടുത്തുകാർക്കൊക്കെ ഫുൾ ടൈം തണുപ്പല്ലേ. അവർക്കെല്ലാം തണുപ്പ് മടുത്ത് കാണുമല്ലേ. എപ്പോഴും ഇങ്ങനെ തണുത്തിട്ട് നമുക്ക് നാളെ വെട്രികുമാറിനെ കാണുമ്പം അവനോടൊന്ന് ചോദിച്ചു നോക്കണം, അവനക്ക് എപ്പോഴും തണുപ്പായി മടുത്ത് പോയിട്ടുണ്ടോ എന്ന്. അപ്പം ഞാനിനി കൂടുതൽ ഈ ഒരു മങ്ങിയ വിഷ്വൽ, ലൈറ്റ് ഡൗൺ ആവുകയാണല്ലോ, അപ്പം മങ്ങിയ വിഷ്വൽ കാണിച്ച് കൂടുതൽ വഷളാക്കുന്നില്ല. കാന്തല്ലൂരിലെ നാളെ രാവിലത്തെ കാര്യം തൊട്ട് നമുക്ക് കാണാം. കേസ് അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ലൈവായിട്ട് നമുക്ക് ശർക്കര ഉണ്ടാക്കുന്ന സംഭവം കാണാൻ പറ്റുന്നൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ വന്നതാണ്. ഇതൊരു എന്താ പറയുക സംഭവം തന്നെ കേട്ടോ. ഈ ഒരു ഹെയർപിൻ ബെൻഡ് കയറി വരുന്നേ ഉള്ളൂ, ഫുള്ള് കയറിയിട്ടില്ല. ആ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് കണ്ടോ അവിടെ ശർക്കര, കരിമ്പിൻ്റെ ചണ്ടിയെല്ലാം കത്തിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ശർക്കര ഉണ്ട്. ഇവിടെ ശർക്കര കൊടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതുപോലെ ശർക്കര, മസാല ടേസ്റ്റ് നോക്കാനുണ്ട്. ഏലം, മസാല ശർക്കര, സ്പൈസസ്, ചുക്ക് ശർക്കര. കാർത്തി കരുമ്പാമടാ. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവർ കത്തിക്കുവാണ്. എന്നിട്ട് കരിമ്പ് ജ്യൂസ് അടിച്ചിട്ട് ഇതിലോട്ടിടും. എന്നിട്ട് അതിങ്ങനെ വറ്റിയാണ്. ഇങ്ങനെ എന്തൊക്കെയാണ് സംഭവം, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് നമ്മൾ ഇതൊരു കരിമ്പ് ജ്യൂസ് അടിച്ചാൽ കരിമ്പിൻ്റെ ചണ്ടി അത് കത്തിക്കും. അപ്പം അങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. ഇത് ലൈവായിട്ട് കാണാൻ പറ്റും, അവിടുന്ന് സാമ്പിൾ എടുക്കാൻ പറ്റും, അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ശർക്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയാണ് സംഭവം. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ സംഭവം ഒരു ഇതായി കഴിഞ്ഞാൽ നേരെ ഇതിലോട്ട് ആക്കുന്നതാണ്. അങ്ങനെ എന്തൊക്കെയാണ്. ഇത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ, എനിക്ക് സാമ്പിൾ തന്നു. ചുക്ക് ശർക്കര അങ്ങനെ എന്തൊക്കെയോ പല ടേസ്റ്റ്, നല്ല രസമുണ്ട്. ഓരോ ടേസ്റ്റാണ്. പോക്കെയാണ് ഗൈസ്. അങ്ങനെ അത് രാവിലെ തന്നെ ഞാൻ ചുമ്മാ ഇറങ്ങി കേട്ടോ. ഞാൻ
വീട്ടിൽ നിന്ന് അവൽ കൊണ്ടുണ്ടായിരുന്നു, അവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ വേണ്ടി പഴം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര തണുപ്പ് കേട്ടോ. 12 എങ്ങാണ്ടാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. വെറുതെ കണ്ടിട്ടുണ്ട് പപ്പിക്കുട്ടികൾ. നമ്മളെ രണ്ടെല്ലാം താഴെ കിടപ്പുണ്ട്. അവിടുത്തെ മാമൻ അടിപൊളിയാട്ടോ. അങ്കിള് നൈസാണ്, ക്യാരക്ടറെല്ലാം നൈസാണ്. എനിക്ക് എല്ലാ സംഭവവും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭവം എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ മുഖം കഴുകാൻ ചുടുവെള്ളം എന്തെങ്കിലും തന്ന് ഒരു ഹെൽപ്പ് ചെയ്ത് എന്നെ അണിയിച്ചു. പിന്നെ എൻ്റെ പവർ ബാഗൊക്കെ അവിടെ കുത്തിയിട്ടോളം പറഞ്ഞ് ഏട്ടൻ നൈസാണ്. അത് എവിടെ ഷോപ്പ് തുറന്നിട്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ, കാണുമ്പോൾ ഒന്നുമില്ല. അങ്ങോട്ടേക്ക് നോക്കി കോട കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നില്ലേ അവിടെ ഈ ടവറിനൊക്കെ അവിടെ കോടകളി മഞ്ഞിറങ്ങിയിട്ട് ആ ഒരു മല എന്ത് തണുപ്പാന്നറിയോ. ഇതാണ് കേട്ടോ ഈ ഒരു കാന്തല്ലൂർ സിറ്റി. എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗണ്. താഴെ ഒരു ഷോപ്പ് തുറന്നുണ്ട്, അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ജീപ്പുകളെല്ലാം വരുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ അതേ ഇവിടെ ആയിരുന്നു സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്പോട്ടിൽ ടെൻ്റെല്ലാം അടിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് മാമൻ്റെ കൂടെ ആയിരുന്നു. മാമൻ നമുക്ക് ചുടുവെള്ളമെല്ലാം സെറ്റ് ചെയ്ത് തന്ന് ഓട്ടെ നാല് പോരാ. അപ്പോൾ നമ്മളോട് എന്താ പറയുക, ഷൂട്ടിംഗ് പോയിൻ്റ് അവിടെ എല്ലാം പോയി വന്നിട്ട് ലഗേജൊക്കെ എടുക്കുക ഒക്കെ പറഞ്ഞിട്ട് മാമൻ ലഗേജ് വാങ്ങിച്ചു വെച്ചു. ഞാൻ എൻ്റെ പവർ ബാഗ് ഇവിടെ ചാർജിനിട്ടിട്ടുണ്ട്. ഇതെന്തായാലും ഒരു യൂസ് ആയിട്ടുള്ള സംഭവം കേട്ടോ. മാമൻ പറഞ്ഞാണ് കുത്തിയിടാണെങ്കിൽ കുത്തിയിട്ടോ. ഇന്ന് നമുക്ക് മെയിൻലി പോകാനുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ ആപ്പിൾ തോട്ടം, അതുപോലെ സ്ട്രോബെറി തോട്ടം, അതുപോലെ ഒരു ഷൂട്ടിംഗ് പോയിൻ്റ്, പിന്നെ ഒരു ഫാൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷൂട്ടിംഗ് പോയിൻറ്റിലോട്ട് പോയേക്കാം. കോൾഡ് സ്റ്റാർട്ട് ആട്ടോ, ചോക്കിട്ടേക്കാം വെറുതെ. ഓക്കെ, അപ്പോൾ കോൾഡ് സ്റ്റാർട്ടായിട്ടാണ് നോക്കണ്ട. ഇന്നൊക്കെ ഇവിടെ എണീറ്റ് 12 ഡിഗ്രി ആയിരുന്നു കേട്ടോ ടെമ്പറേച്ചർ. അത്രയ്ക്ക് തണുപ്പാണ്. എന്ത് തണുപ്പാടോ, കിടിലൻ തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇന്നലെ ഞാൻ രാത്രി എന്ന് പറയുമ്പം ഇന്നലെ ഫുള്ളി എൻ്റെ സ്റ്റേ ഫുള്ളി കോമഡി ആയിരുന്നു. ഇന്നലെ ഞാൻ നല്ലൊരു സ്പോട്ട് നോക്കി ആദ്യം ടെൻ്റ് അടിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം ഇവിടെ വന്ന് ഇന്നടിച്ചാൽ അവിടെ ഒന്ന് അടിക്കാമായിരുന്നു. ഇതിനെക്കാട്ടിലും ഒന്നും കൂടെ ഒരു ആംബിയൻസ് ഉള്ള സ്പോട്ട് ഉണ്ട്. അപ്പം ആംബിയൻസ് മീൻസ് വണ്ടിയൊക്കെ നിർത്താനും എല്ലാത്തിനും ഒന്നും കൂടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കുള്ളൊരു സ്പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ടെൻ്റ് അടിച്ചപ്പം അവിടുത്തെ ഷോപ്പിൻ്റെ അങ്ങേര് രാത്രി എണീറ്റ് വന്നിട്ട് പൂര എന്തൊക്കെയോ പറയുന്നുണ്ട്, അവിടെ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഷോപ്പ് തുറക്കും മുമ്പ് എണീറ്റ് പൊക്കോളം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ സമ്മതിക്കുന്നില്ല. ഞാനാണെങ്കിൽ കടന്ന് പകുതി ഉറക്കുണ്ടാവുമല്ലോ, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ കുറേ പറഞ്ഞു നോക്കി, പക്ഷെ ഒരു വൈക്കും നടക്കൂല എന്ന് തോന്നിയപ്പോൾ ഞാൻ നേരെ പോന്നു. അവർ പിന്നെ എന്നോട് പറഞ്ഞു ഈ ഒരു അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് രണ്ടടിച്ചു വന്നു. ഞാൻ ഇപ്പം അടിച്ച അവിടെ 2-3 ഷട്ടറുണ്ട്, അവിടെ അടിച്ചു. അവരുടെ സ്പോട്ടിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ സ്ട്രോബെറി ഫാം സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 7 മണി ആ ഒരു സമയമാണ്. അപ്പോൾ നമുക്കിനി തിരിച്ച് സ്ട്രോബെറി ഫാം എല്ലാം കാണാൻ പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി ഫാം, ആപ്പിൾ ഫാം ഇതെല്ലാം ഒരു 10 മണി 9 മണിയൊക്കെ ആവും ഓപ്പൺ ആവാനെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് കവർ ചെയ്ത് വരാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയാണ്. ഇനിയൊന്ന് ആശ്വാസം കിട്ടണമെങ്കിൽ സൂര്യൻ്റെ ആ ഒരു എന്താ പറയുക ചൂട് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലോട്ട് കുറച്ച് സമയം കിട്ടണം. എന്നാലാണ് ഒന്ന് ബോഡി ഒന്ന് ഓക്കെ ആവും കേട്ടോ. ആ ഒരു തണുപ്പിൽ നിന്ന് വണ്ടി ഓക്കെ ആവണമെങ്കിൽ ഒന്നും കൂടെ ഓടി എഞ്ചിനൊന്ന് ചൂടാവുകയും വേണം. അമ്പാ സീൻ ഓഫ് റോഡാണല്ലോ. കണ്ടിട്ട് വണ്ടി ഓഫായി പോയാൽ ഓഫ് റോഡ് കുളമാവും. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ടയറിന് ഗ്രിപ്പ് കുറവെന്നല്ല, ഒട്ടുമില്ല. അമ്പോ
ബ്രേക്ക് പിടിക്കാൻ പേടിയാണ് കേട്ടോ, കാരണം ഭയങ്കര രീതിക്ക് കട്ടറൊക്കെ ഉള്ളൊരു സ്പോട്ടാണ്. ഇതൊക്കെയാണ് ബ്രഹ്മരം ഷൂട്ടിംഗ് പോയിൻ്റ്. ടൈം 6 to 6. എൻട്രി പെർ ഹെഡ് 20 rupees. വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഈ ഒരു സെറ്റപ്പ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണാട്ടോ. നമുക്ക് ഇവിടെ നിന്ന് 20 rupees ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് സാധനമൊക്കെ അവിടെ വെക്കാട്ടോ. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ചെറിയ ലഗേജൊക്കെ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് പോരാം. നമ്മുടെ ലഗേജ് ഓൾറെഡി ടൗണിലത്തെ ആ ഒരു ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഈ ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാണ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അതുപോലെ ഇതുപോലുള്ള 2 ഏറുമാടങ്ങളുണ്ട്. അവിടെ ഒരു ഏറുമാടും ഇവിടെ ഒരു ഏറുമാടും. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, പുല്ല് കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു തൈലം പോലെ എന്തോ സംഭവമാണ്. തൈലം അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു. ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവസാനമായിട്ട് കാണാം കേട്ടോ. നമുക്ക് ആദ്യം ഈ ഒരു ഏറുമാടത്തിൽ കയറി നോക്കാം. 7 പേര് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡെല്ലാം ഉണ്ട്. സ്ഥലം എന്തായാലും ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പോട്ടാണ്. സമാധാനമായിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ട്. നമുക്ക് ആദ്യത്തെ ഒരു ഏറുമാടത്തിലോട്ട് കയറി നോക്കാം. ഇത് കംപ്ലീറ്റ്ലി മരം കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ, തടി കൊണ്ട്. നമുക്കിനി മുകളിലോട്ട് കയറി പോവാം. നൈസ് സ്പോട്ടാണ്. നൈറ്റെല്ലാം ഇങ്ങനെയുള്ളൊരു സ്പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പീസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അവർ എറണാകുളത്തു നിന്ന് കേട്ടോ, ഒരു ഫാമിലിയാണ്. ഇതേ കണ്ടോ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവമുള്ളത്. അതായത് എന്തൊരു ചെടി കൊണ്ടുണ്ടാക്കുന്ന ഒരു തൈലം, ഒരു പ്രത്യേക തൈലം. അപ്പോൾ അതവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ആപ്പിളെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുവഴി വന്നിട്ട് പോകുന്നുണ്ട്. ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സംഭവമാണ്, ഈ ഒരു വാച്ച് ടവറാണ്, ഈ ഒരു ഏറുമാടാണ് നമുക്ക് ഏറ്റവും ഹൈറ്റിലുള്ള കേട്ടോ. നമ്മളെ വണ്ടി ഇതേ അവിടെയാണ് നിർത്തിയിട്ടേക്കുന്നത്. ആ ഒരു ചെറിയ ഷെഡിൻ്റെ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഇവിടെയാണ് ജീപ്പുകളെല്ലാം വരുന്നത്. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഫാമിലീസ്. അതുപോലെ ബസ്സിലെല്ലാം വന്നിട്ട് ഇങ്ങോട്ട് വരാൻ ഇതുപോലെ ഉള്ള മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യുവാണെന്ന്. സംഭവം നൈസാട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് ആ ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. ഈ ഒരു കോട്ട് ഇതുവരെ ആശ്വാസം തന്നിരുന്നു. ഇപ്പോൾ സൂര്യൻ ഉദിച്ച പിന്നെ ഞാനിതങ്ങ് അയച്ചു മാറ്റി. ഇപ്പോൾ സൂര്യനുണ്ട് ആശ്വാസത്തിന്. ഇതുപോലൊരു സെറ്റപ്പാണ് കേട്ടോ. സംഭവം നൈസാണ്, കൊള്ളാം. കംപ്ലീറ്റ്ലി മരം, അതാണ് ഒരു ഹൈലൈറ്റ്. ഒരു കംപ്ലീറ്റ്ലി മലനിരകൾ കാണുന്നത്. കേരളത്തിലെ ചില ഏരിയകളിൽ ഇതുപോലുള്ള കിടിലം പർവ്വതങ്ങളുണ്ട്. അതിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്നറിയപ്പെടുന്ന പർവ്വതങ്ങളാണ് ഈ കാണുന്നത്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ പ്ലാസ്റ്റിക്കെല്ലാം ഇട്ട് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. പല സൈഡിലൂടെ ഇങ്ങോട്ടേക്ക് വഴിയുണ്ട്. ഈ ഒരു വഴിയെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ബിൽഡ് ചെയ്തേ ഫുള്ളി കംപ്ലീറ്റ്ലി മരമാണ്. ഇതൊക്കെ മരമാണ്. നോക്കിക്കേ, ബ്രഹ്മരം എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടാട്ടോ, ലാലേട്ടൻ്റെ. അതിൻ്റെ ഷൂട്ടിങ്ങാണ് ഇവിടെ നിന്ന് നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സ്പോട്ട് ആയതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവിടെ ഫ്രൂട്ടെല്ലാം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം.
അവിടെ പുൽത്തൈലം, അതുപോലെ 2 ടൈപ്പ് തൈലങ്ങൾ, അതുപോലെ ഫ്രൂട്ട് സംഭവം എല്ലാം ഉണ്ട്. എല്ലാം പക്ക നാടനെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് കയറാനുള്ള ഇതേ ആ കാണുന്ന ഏറുമാടം കൂടെയാണ്. നമുക്ക് അതും കൂടെ കയറിയിട്ട് ഇതുവഴി ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോയേക്കാം. ഈ ഒരു സൈഡെല്ലാം നമ്മൾ കവർ ചെയ്തിങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പുൽത്തൈലം കിടിലൻ സ്മെല്ലാട്ടോ. അതിങ്ങനെ മുകളിലോട്ട് അടിച്ച് കയറും, അങ്ങനെ ഒരു ടൈപ്പ്. ഇവിടെ ദേ 7 പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ ഒരു സമയം. ഇതും കംപ്ലീറ്റ്ലി തടി കൊണ്ടുണ്ടാക്കിയ സംഭവമാണ്. ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചവിട്ടുന്ന സമയത്ത്. അമ്പാ, ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇവിടെ ഒരു റൂം പോലെ. സ്റ്റേ സംഭവമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ. ഇതേ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു കൃഷിയിടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ നോക്കിക്കാൻ ഒരു തട്ട് സ്ട്രോബെറി കൃഷിയായിരിക്കും മിക്കവാറും ആ ഒരു പോർഷനെല്ലാം. നമുക്ക് ഇതിലും കിടിലും വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ട് അവിടെ ഉണ്ട് കേട്ടോ. അതായത് കാന്തല്ലൂർ ടൗണിൽ നിന്ന് കുറച്ച് അപ്പുറം പോയിട്ട് ഏകദേശം നമുക്ക് ഇതിന് ചുറ്റു സൈഡും ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഈ മലനിരകൾ കാണാൻ പറ്റും കേട്ടോ. അതൊരു പ്രത്യേക ഒരു ലുക്കാണത് കാണാൻ വേണ്ടിയിട്ട്. ഹെൽമെറ്റ് ദാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതുകൊടുത്ത് നമുക്ക് പോകണം. അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. കാന്തല്ലൂരൊക്കെ വരുന്നവർ എന്തായാലും പോവേണ്ടതായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്, കാണേണ്ടതായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ ബൈക്കിന് ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്, ശകലം ഒരു 1 കിലോമീറ്ററോളം. നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്ന ആ റൂട്ടായിരിക്കും. വണ്ടി ഒന്ന് ഓടി ചൂടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, തണുപ്പുണ്ട് കേട്ടോ. വണ്ടി റൺ ചെയ്യുമ്പോൾ തണുപ്പ് ഫീൽ ആവുന്നുണ്ട്. അല്ലാത്തപ്പോൾ ഫീൽ ആവാത്തതെന്ന് പറയുമ്പോൾ ഞാൻ അത്രയ്ക്ക് അട്ടിക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് എനിക്ക് തണുപ്പ് അത്രയ്ക്ക് ഫീൽ ആവാത്തത്. അല്ലെങ്കിൽ കിടിലൻ തണുപ്പ് തന്നെ ആയിരിക്കും. എനിക്ക് ഇന്നലെ നൈറ്റ് ഉറങ്ങാൻ നിന്നപ്പോഴാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. കാരണം നൈറ്റ് ഇങ്ങനെ ആവുന്നതോറും തണുപ്പ് കൂടിക്കൂടി വരുവാണ്. സോളോ പോകുമ്പോൾ പിന്നെ ഉറക്ക് എന്താ പറയുക കളയാറില്ല, കൃത്യസമയത്ത് തന്നെ ഉറങ്ങാറുണ്ട്. ഇപ്പം തണുപ്പ് ശകലം കൂടി വരുന്നുണ്ട്. കാരണം നമ്മളവർ വെയിൽ പോയില്ലേ, വെയിലത്ത് നിൽക്കുമ്പം ആ ഒരു തണുപ്പ് ഫീൽ ആവുന്നില്ല. ജസ്റ്റ് തണലത്ത് നിന്നാൽ തന്നെ ആ ഒരു തണുപ്പ് തിരിച്ച് ഫീൽ ആവുന്നുണ്ട്. അതാണ് അത്ഭുതം ഗൈസ്. ഇതാണ് കാന്തല്ലൂർ ടൗണ്. മിക്കവാറും സ്ട്രോബെറി ഫാം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സീസൺ അല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ആപ്പിളിൻ്റെ എന്ന് ചോദിച്ചപ്പം ആപ്പിളിൻ്റെയും സീസൺ ഇപ്പോൾ ഓഫാണ്, ഓഫ് സീസൺ സമയമാണ് ഇപ്പോൾ. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാം. എല്ലാവരും ഒരുപോലെ ആവില്ല കേട്ടോ, എല്ലാവരും ഓരോരുത്തരും ഓരോ ക്യാരക്ടറായിരിക്കും. ഈ ഏട്ടൻ്റെ ക്യാരക്ടർ കിടിലാണ്, നമുക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും. പറയുമ്പോൾ ഞാൻ അവിടെ നിന്നൊരു സാധനം പോലും കഴിച്ചിട്ടില്ല. ചായ ഞാൻ കുടിക്കാറ്, വേറൊരു സാധനം അവിടെ ഇല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിലായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമായിരുന്നു, ഏട്ടനക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ട് പോലും ഏട്ടന് അത്രയ്ക്ക് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഏട്ടൻ്റെ ക്യാരക്ടറാണ്. അല്ല, സ്ട്രോബെറി ഫാമിന്റെ വ്യൂ കിട്ടും ടോപ്പിൽ നിന്ന്. ആപ്പിൾ ഫാമോ? സ്ട്രോബെറിൻ്റെ എല്ലാം തൈ വെക്കുന്ന സമയമാണ് കേട്ടോ ഏച്ചി പറഞ്ഞേ. ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് താഴോട്ട് കണ്ടോ, തൈയെല്ലാം വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പം. സ്ട്രോബെറിൻ്റെ സമയമല്ല എന്നാണ് പറയുന്നത് കണ്ടോ. ഇതാണ് ഗൈസ് കാന്തല്ലൂർ. അവരിപ്പോൾ ഗസ്റ്റുകളെ അലൗഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്. അത് വെച്ച സമയം ആയതുകൊണ്ടായിരിക്കും. ആ സ്ട്രോബെറി ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും ഗസ്റ്റുകളെല്ലാം അലോ ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും അവരുടെ ഓരോരോ പോളിസീസ്. വാവ്, ഇതാണ് കേട്ടോ ആ ഒരു സ്ട്രോബെറിയുടെ ഫാം ഗൈസ്. അപ്പോൾ ഇതാണ് സ്ട്രോബെറി ഫാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സീസൺ ഓഫാണ്. ഈ ഒരു സംഭവം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഈ ഒരു സമയത്ത്. ഇനി ഇവിടെ നിന്ന് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്പിളിൻ്റെ ഫാമും കാണാൻ പറ്റും. അതൊന്നും ഇപ്പോൾ സീസൺ അല്ല കേട്ടോ, ജസ്റ്റ് നമുക്ക് ഫാം മാത്രം കാണാൻ പറ്റത്തുള്ളൂ.
പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഗൈസ്. ഈ ഒരു സമയത്തൊക്കെ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പ് പോകാൻ ചൂസ് ചെയ്യുക. മൂന്നാർ, അതുപോലെ കൊടൈക്കനാൽ, അതുപോലെ ഊട്ടിയൊക്കെ കിടില്ല എന്നാണ് കേട്ടെ. ഊട്ടി എന്നൊക്കെ പറയുമ്പം നമ്മുടെ മലപ്പുറം, കാലിക്കറ്റ് ആ ഒരു ഏരിയ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന 1 ഡേ ട്രിപ്പ് 2 ഡേ ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഊട്ടി. ഇവിടെയും ക്ലോസ് ചെയ്തേക്കുക കേട്ടോ. ഇതാണ് ആ ഒരു ആപ്പിൾ ഫാം എന്ന് തോന്നുന്നു. 9 മണിക്ക് തുറക്കത്തുള്ളൂ. ഇതുവഴി ഫാമിലോട്ട് പോകാൻ പറ്റുമോ? ഇതും ഫാമിലോട്ടുള്ള വഴി തന്നെയാണ്. ദേ കണ്ടോ, വഴുതാതെ നിന്നാ മതിയായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ സ്ട്രോബെറി ഫാം, അതുപോലെ ആപ്പിൾ ഫാം എല്ലാം. വാവ്. പക്ഷെ പണിക്കാരൊന്നും വന്നിട്ടില്ല. പണിക്കാരെല്ലാം വരുമ്പോഴാണ് ഇതെല്ലാം തുറക്കുക എന്നാണ് പറഞ്ഞത്. നമുക്കൊന്നുകൂടെ താഴോട്ട് പോയി നോക്കാം. മുന്തിരിയൊക്കെയാണ് ഞാൻ ഇതുപോലെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആപ്പിൾ ഇങ്ങനെയാണ് ഉണ്ടാവുക വള്ളിയിൽ, അതോ അത് രണ്ടും അല്ലാത്ത മറ്റൊരിനം സാധനമാണോ? ഇതിനി വേറെ വല്ലതും ആയിരിക്കും കേട്ടോ. ഇവിടെയാണ് കേട്ടോ പിന്നെ ഒരു ഫേം എന്നുള്ള രീതിക്ക് കാണാൻ പറ്റുന്ന സ്പോട്ട്. ശരിക്കും അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, അതിലേ പോയിട്ട് തോട്ടത്തിലോട്ട് പോകാൻ പറ്റും എന്നൊക്കെയാണ് അവിടെ ഒന്ന് പറഞ്ഞേ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ലഗേജ് ഇല്ല കേട്ടോ ഇപ്പോൾ വണ്ടിയിൽ. നോക്കിക്കേ, വണ്ടി വീഴില്ലായിരിക്കും. ഇവിടെ തോട്ടപ്പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറി കണ്ടേ. ഇവിടെ സ്ട്രോബെറി മാത്രം, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി. ആപ്പിൾ ഫാം അപ്പുറത്താട്ടോ. നമ്മൾ തൂങ്ങി നിൽക്കെടുക്കുന്ന കണ്ടില്ലേ, അതെന്താ പറയുക, ഫാഷൻ ഫ്രൂട്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും ക്ലോസ് ആണല്ലോ. ഈ ഒരു മരമെല്ലാം സവർജല്ലി ആട്ടോ. അതിൽ കായുണ്ട്, സവർജല്ലി ഉണ്ട്. ഈ ഒരു ഗേറ്റ് ഇപ്പോൾ തുറന്നു തരുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് തുറക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വണ്ടി സൈഡിലോട്ട് എവിടേക്കിലൊക്കെ ആയിട്ട് ഒതുക്കേണ്ടി വരും. ഗൈസ്, അവിടെ ഇപ്പോൾ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല എന്നൊക്കെ ആയിട്ട് പറയുന്നത്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഓഫ് സീസണാണ്, അവിടെ അതിൻ്റെ പണികളെല്ലാം നടക്കുകയാണെന്നൊക്കെയാണ്. ഞാൻ കുറേ സമയം അവിടെ കാത്തിരുന്നു കേട്ടോ. അവസാനം കിട്ടിയ റിപ്ലൈ ഇങ്ങനെ ആദ്യം സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കാത്തുന്നു, ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു നിന്ന്. പിന്നെ അവർ പറഞ്ഞു മുതലാളി ഇപ്പോൾ വിസിറ്റേഴ്സിന് അലൗഡ് ചെയ്യുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ, പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കുമെന്ന്, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് വരുന്നതായിരിക്കും. ഇവിടെ ആവാൻ ചാൻസ് കുറവാണ്, കാരണം ഇപ്പോൾ ഓഫ് സീസൺ ആണെന്ന് പറഞ്ഞു അവിടെ ഒന്നും ഇല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ നല്ല രീതിക്ക് റിസോർട്ട് സംഭവമുണ്ട് കേട്ടോ. അതായത് അങ്ങനെയുള്ളൊരു ഏരിയയാണ്, നമ്മളെ വട്ടവട ആ ഒരു രീതിക്കൊക്കെ ഉള്ളൊരു ഏരിയയാണ്. റിസോർട്ട്, ക്യാമ്പിങ്, ആ ഒരു സെറ്റപ്പൊക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ നോക്കിയൊക്കെ, ഇതൊക്കെ ഫാമാണ്. ഈ ഒരു ഗ്രാമം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇന്നലത്തെ ഇവിടുത്തെ സ്റ്റേ അതിലും കിടിലനായിരുന്നു. ആ ഒരു അനദർ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ നൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാമ്പിംഗ് എന്ന് പറയുമ്പം ഞാൻ ആദ്യം ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ ആട്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, ഒച്ചപ്പാടുണ്ടാക്കി. എന്നിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ടെൻ്റ് അടിച്ചു. ആ സ്ഥലത്ത് നിന്നാണ് അടിപൊളി ഹോസ്പിറ്റാലിറ്റി അവിടുത്തെ അങ്കിൾ. ആദ്യം ഞാൻ അടിക്കേണ്ടത് അവിടെ ആയിരുന്നു. അങ്ങേര് കിടിലനാണ്, ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. നമ്മളിനി അങ്ങേരുടെ അടുത്തോട്ടാണ് പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ തോന്നും. ഞാൻ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിനക്കെന്ത് സുഖം ഇങ്ങനെ തെണ്ടി നടന്നാൽ മതി വണ്ടിയിൽ, ഇത് അങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഈസി ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല കേട്ടോ. ഇത് അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. അത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നില്ലെന്ന് മാത്രം, റിസ്ക് ഒന്നും നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രം. വളരെ റിസ്ക്, വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നതും അതുപോലെ ഇങ്ങനെയുള്ള ട്രിപ്പെല്ലാം പോകുന്നതെല്ലാം. ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ ഒന്ന് ഹൈറ്റ് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഓട്ടോയുടെ
ഇവിടെ ഇങ്ങനെയും ഭ്രാന്തന്മാരുണ്ട്. നമ്മളെ നാട്ടിലും ഭ്രാന്തന്മാരുണ്ട്, പക്ഷേ ഓട്ടോ ഭ്രാന്തന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് നോക്കിക്കോ, അതിൻ്റെ ടയർ ഒരു ചെക്കനാണ് ആ വണ്ടി ഓടിക്കുന്നത്. ആ ഓട്ടോ ഞാൻ ഇന്നലെ അവിടെ നിന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ച് കിടന്നിറങ്ങിയത്. ഇതാണ് ഈ ഒരു മാമനാണ് നമ്മളെ മാമൻ. ആ, ആപ്പിൾ ഫാം വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ആപ്പിൾ ഫാം വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഓഫ് സീസൺ ആണെന്ന് പറഞ്ഞു. ആ, മലപ്പുറം പറഞ്ഞില്ല. നൈറ്റ് തങ്ങാനേ, തിരിച്ച് മൂന്നാർ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തിരിച്ച് നൈറ്റ് മൂന്നാർ പോലെ ടാസ്ക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തങ്ങി രാവിലെ പോകാന്ന് വെച്ചു. മാമൻ്റെ പേരെന്താ? തങ്കം. ഇവിടെ അടുത്തന്നെ വീട്? മലപ്പുറത്തിൽ ചേളാരി എന്ന് പറയും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് പോയിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ഏട്ടന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.